നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഏതാനും നാളുകൾക്ക് മുൻപാണ് സീരിയൽ താരം കാർത്തിക് പ്രസാദ് അപകടത്തിൽപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തുവന്നത്. ഫെബ്രുവരി 21 തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം നടന്നത്. ഇപ്പോഴിതാ കാർത്തിക്കിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബീന ആന്റണി. കാർത്തിക്കിന്റെ ആരോഗ്യ വിവരം തിരക്കി ഒത്തിരി പേർ തന്നെ കോൺടാക്ട് ചെയ്തുവെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നും ബീന പറഞ്ഞു. സത്യമാണ്, അങ്ങനെ ഒരു അപകടം നടന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്നും പോകുന്ന വഴി ബസ് ഇടിച്ചതാണ്. ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അല്പം ഗുരുതരമാണ്, പ്രശ്നങ്ങളുണ്ട്. കുറച്ച് നാളിഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല, കാരണം കാലിന് കാര്യമായ പ്രശ്നം വന്നിട്ടുണ്ട്. 2 കാലിലെയും മസിൽസും സ്കിന്നും പോയിട്ടുണ്ട്. അതിൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടുകാരനാണ് കാർത്തിക്. ഭാര്യയും വീട്ടുകാരും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ശേഷം കോഴിക്കോട് കൊണ്ടുപോയി. അവിടെയാണ് ചികിത്സ തുടരുന്നത്. ഭാര്യയുമായി സംസാരിച്ചപ്പോൾ ഭയങ്കര പെയിൻ ആണെന്നാണ് പറഞ്ഞത്. പെയിൻ കില്ലർ കൊടുക്കുന്നുണ്ട്. 2-3 പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പൊട്ടലിന്റെ സർജറി നടത്താൻ എന്നാണ് ബീന ആന്റണി പറഞ്ഞത്. ബൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് 20ഓളം വർഷങ്ങളായി സിനിമ സീരിയൽ രംഗത്തുണ്ട്. എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചെക്കേറിയത് മൗനരാഗത്തിലെ ബൈജു എന്ന കഥാപാത്രത്തിലൂടെയാണ്. ചുരുക്കം എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച പരമ്പരയാണ് മൗനരാഗം. പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ബൈജുവിനെയാകും. മാനസിക വളർച്ച കുറഞ്ഞ ബൈജു എന്ന കഥാപാത്രത്തെയാണ് കാർത്തിക് അവതരിപ്പിക്കുന്നത്. സീരിയൽ ജീവിതം ആരംഭിച്ച കാലത്ത് കാർത്തികിന് ലഭിച്ച മിക്കവാറും വേഷങ്ങളെല്ലാം പുരാണ സീരിയലുകളായിരുന്നു. 2006 ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉണ്ണിയാർച്ചയിലാണ് ആദ്യമായി കാർത്തിക് ഒരു കഥാപാത്രം ചെയ്യുന്നത്. ഉണ്ണി നമ്പൂതിരി എന്ന കഥാപാത്രം ചെറിയ രീതിയിൽ ക്ലിക്കായതോടെ അത്തരം കഥാപാത്രങ്ങളായിരുന്നു അധികവും തേടിയെത്തിയത്. സ്വാമി അയ്യപ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ തുടങ്ങിയ പരമ്പരകളിലും വേഷങ്ങൾ ലഭിച്ചു. അന്നൊന്നും ഷർട്ടിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കാർത്തികിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നെല്ലാം കാർത്തികിനെ കാണുമ്പോൾ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രധാന ചോദ്യം നിനക്കൊരു ഷർട്ട് ഇട്ടു നടന്നുകൂടെ എന്നായിരുന്നു എന്നും കാർത്തിക് തമാശ രൂപണെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു. 20ഓളം വർഷമായിട്ട് മിനി സ്ക്രീനിൽ ഉണ്ടെങ്കിലും ഒരു ഐഡന്റിറ്റി തന്നത് മൗനരാഗം ആണ് എന്നാണ് കാർത്തിക് മുൻപ് പറഞ്ഞിരുന്നത്. ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയതും മൗനരാഗത്തിലൂടെയായിരുന്നു. ഇപ്പോൾ പലരും ബൈജു എന്നാണ് തന്നെ വിളിക്കുന്നതെന്നും കാർത്തിക് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.